എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ വന്നതാണ്. എന്നുവെച്ചാൽ ഞാൻ ഇന്നലെ നമ്മളെന്താ പറയുക, നമ്മളെ കൽക്കി മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഞാൻ പോയത് PVRലാണ് പോയത്. PVR ഫോറം മാളിൽ 3Dയിലാണ് പോയത്. 3D ഗ്ലാസ് വെച്ചുകൊണ്ട് 3D ഗ്ലാസ് വെച്ച് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3Dയുടെ അതായത് വലിയ എഫക്റ്റ് എനിക്ക് ചിലപ്പോൾ ആ തിയേറ്റർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, വലുതായിട്ട് എനിക്ക് എഫക്റ്റ് ചെയ്തില്ല. വലിയ വലിയ സാധനങ്ങളൊന്നും ആയിരുന്നു. ഇടയ്ക്ക് കുറച്ച് സീൻസൊക്കെ ഉണ്ടായിരുന്നു 3D വലുതായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വലുതായിട്ട് ഒരു 3Dയിൽ പോയി കാണേണ്ട എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നമുക്ക് കിട്ടിയത് സാധാ 3D ആയിരുന്നു. പക്ഷേ PX ആയിരുന്നു കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ഞാൻ കണ്ടൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ എനിക്ക് ചില മൊമെൻറ്റ്സൊക്കെ എനിക്ക് വലിയൊരു ഒരു 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 എന്താ പറയുക, ഒരു ഒരു ഗുമ്മ് തോന്നിയില്ല. എനിക്ക് തോന്നുന്നത് എല്ലാവരും പറഞ്ഞിട്ട് വലിയൊരു ഓവർ എക്സ്പെക്റ്റേഷനും ഭയങ്കര ഇത് വെച്ച് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. പ്രഭാസിൻ്റെയൊക്കെ ഇൻട്രോ സീനൊക്കെ എനിക്ക് വലുതായിട്ട് ഇത് തോന്നിയില്ല. അറിയില്ല. എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്കത് വലുതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്താ പറയുക, ഒരു 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 എന്താ പറയുക, എന്തോ എനിക്ക് ഒരു പഞ്ച് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് കിട്ടിയില്ലത്. അതുകൊണ്ടാണ് ബാക്കി. പക്ഷേ എന്താ പറയുക, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, ഞാനെപ്പോഴും ഫ്രണ്ട്സായിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒരാൾക്ക് മഹാഭാരതത്തിൻ്റെ വലിയൊരു ഇതില്ലാത്തത് കൊണ്ട് അതിനെ കുറച്ച് കത്താൻ കുറച്ച് പാടുപെട്ട്. പക്ഷേ ഓക്കെ, എന്നാലും ആ ഒരു കുറേ സീൻസൊക്കെ ഉണ്ട്. കിടിലൻ ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ വരുന്ന സീൻസൊക്കെ ഉണ്ട്. എന്താ പറയുക, പിന്നെ ചില അതിനകത്തുള്ള ഒരാളുടെ ഇൻട്രോ അല്ല, നമ്മുടെ മലയാളത്തിലുള്ള ഒരാളുടെ ഇൻട്രോ ഉണ്ടല്ലോ, ആ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്തോ ഒരു വലിച്ചു നീട്ടി അതിലേക്ക് എത്തിക്കാൻ വേണ്ടി, ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയ കൂട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഓവറോൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫൈറ്റ് സീൻസൊക്കെ കുഴപ്പമില്ല, എന്നാലും കൊള്ളായിരുന്നു. അമിതാഭ് ബച്ചനാണ് അതിനകത്ത് കൂടുതലായിട്ട് സ്കോർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ അമിതാഭ് ബച്ചൻ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്താണ് തോന്നിയത്. പക്ഷേ പ്രഭാസിൻ്റെ എനിക്ക് വലിയൊരു ഇത് എനിക്ക് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ആ ചില സീൻസിനൊക്കെ പ്രഭാസിന് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു ഗൂസ്പം സീൻസ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടൊരു പഞ്ച് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാസിൻ്റെ ആ ഒരു ക്ലൈമാക്സ് സീൻസൊക്കെ വന്നപ്പോഴത്തേക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് കിഡിലിനായിട്ട് ഇഷ്ടപ്പെട്ട്. അതൊക്കെ ഒരു വേറെ റേഞ്ചായിരുന്നു. എൻ്റെ മോനെ ഒരു രക്ഷയില്ലായിരുന്നു. അതൊക്കെയാണ് സാധനം. എൻ്റെ പൊന്നെയോ എന്നടാവേ. പിന്നെ അതിനകത്ത് എന്തോന്ന് കാസ്റ്റിംഗ് ഒക്കെ അറിയാം. മലയാളത്തിൽ നിന്ന് തന്നെ 2 പേരൊക്കെ ഉണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ தெரியும், ഞാൻ പറഞ്ഞ സ്പോയിലർ അടിച്ച് കളയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ആരൊക്കെ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ. പിന്നെ കമലഹാസൻ്റെ റോളൊക്കെ എന്ന് പറയുന്നത് ആ ഒരു വോയിസ് പഞ്ചൊക്കെ കൊടുത്ത് വേറെ ലെവല്. എനിക്ക് പക്ഷേ ദീപിക പദുക്കോണിന് അതിനകത്തുണ്ട്. അത് കറക്റ്റായിട്ട് അതിന് പറ്റി അതിന് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കും എനിക്ക് തോന്നിയത്. ദീപിക പദുക്കോൺ എനിക്ക് അതിനകത്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നിയത്. പിന്നെ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. നല്ല പടമാണ്, കൊള്ളാം. പിന്നെ ഞാൻ വെറുതെ സ്പോയിലർ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നിങ്ങളും തിയേറ്ററിൽ പോയി കാണാനുള്ളത്, നിങ്ങളും തിയേറ്ററിൽ പോയി കണ്ടാൽ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അറിയേണ്ടതാണ്. ഒരു പടം ഇറങ്ങിയിട്ട് അതും പലർക്കും പല ഒപ്പീനിയൻസ് വരാൻ പല ചാൻസസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പോയി തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചില ഞാൻ പറഞ്ഞതല്ലായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ വരുന്നത്. ചില സീൻസൊക്കെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് എന്തോ ഒരു ലാഗടിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എന്തോ ഈ ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയൊക്കെ ഭയങ്കര വലിച്ചു കിട്ടും പോലെ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഫൈറ്റ് സീൻസൊക്കെ എനിക്ക് അതായത് പ്രഭാസിൻ്റെ ചിലൊരു ഇൻട്രോയിലൊക്കെ ഉണ്ടായിരുന്ന ഫൈറ്റ് സീനൊക്കെ എനിക്കതൊന്നും വലിയ ഇങ്ങനത്തെ എന്താണിത് എന്താണെന്ന് അങ്ങനത്തെ ഒരു ഇതായിപ്പോയി എനിക്ക്. അല്ലാണ്ട് എനിക്ക് ആ ഒരു എന്താ പറയുക, നമുക്കൊരു ഈ പടത്തിൻ്റെ എന്ന് പറയുമ്പോൾ എന്ത് ഗൂസ്പമ്പ് ഇത് തോന്നുന്നില്ല. അതും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. എൻ്റെ ഒപ്പീനിയൻ കേസ് നിങ്ങൾ പറയാം. ഞാൻ ഇത് പടത്തിനെ ഒരിക്കലും നെഗറ്റീവ് പറയുന്നില്ല. പടം നല്ല പടമാണ്, നമ്മൾ പോയി കണ്ടിരിക്കേണ്ട ഒരു പടമാണ്, ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. അതിനകത്ത് ചില സീൻസിൻ്റെ കാര്യം എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല, എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കണം നിങ്ങളുടെ ഒപ്പീനിയൻ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് തോന്നിയില്ല. പക്ഷേ കുറച്ച് സീൻസൊക്കെ ക്ലൈമാക്സൊക്കെ വേറെ റേഞ്ച് പരിപാടിയായിരുന്നു, സെറ്റായിരുന്നു. അപ്പം നിങ്ങളും പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ നിൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഇപ്പോഴും പറയുന്നു. അപ്പം എൻ്റെ കുഞ്ഞു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അപ്പം നിങ്ങളും പോയി തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ചെയ്യാനുള്ള 3Dയിൽ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3Dയിൽ കണ്ടില്ലേലും കുഴപ്പമില്ല. നല്ല സൗണ്ട് വർക്കും കാര്യങ്ങളുള്ള തിയേറ്ററിൽ കാണുന്ന ഒരു കിഡിലിനായിരിക്കും, വേറെ റേഞ്ച് ആയിരിക്കും. അപ്പം നിങ്ങളും പോയി കാണുക. ഓക്കെ, ബൈ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കുഞ്ഞൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത വീഡിയോ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.